पास आए यूं मुस्कुराए तुमने न जाने क्या. കരൺ ജോഹർ ചിത്രങ്ങൾ ബോളിവുഡ് ന്യൂ വേവിൽ തീർത്ത തരംഗങ്ങൾ. വ്യത്യസ്തമായ സിനിമാ പ്രമേയങ്ങൾ കൊണ്ട് ബോളിവുഡിനെ ഹരം കൊള്ളിച്ച സംവിധായകനാണ് കരൺ ജോഹർ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളുടെ കഥ പറഞ്ഞവയായിരുന്നു. കഥകളും കഥാപാത്രങ്ങളും നിറങ്ങൾ പതിപ്പിച്ച നിഴൽക്കുത്തുകൾ കൊണ്ട് വെള്ളിത്തിരയിൽ വർണ്ണവിസ്മയം തീർത്ത് മുന്നേറിയും അദ്ദേഹത്തിന്റെ സംഗീത പാടവത്തിന് മികവ് തെളിയിക്കുന്നു. കഥാപാത്രങ്ങളെ ആദ്യ പകുതിയിൽ ചിരിപ്പിച്ചും പിന്നീട് യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ച് മുന്നേറിയും ബോക്സ് ഓഫീസ് ഹിറ്റാക്കാൻ അദ്ദേഹത്തോളം സംവിധായകൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. പ്രണയഹാസ്യ ചിത്രങ്ങളുടെ അമരക്കാരൻ അതായിരുന്നു കരൺ ജോഹർ ചിത്രങ്ങൾ എന്നും ബോളിവുഡിന് സമ്മാനിച്ചത്. ഞാൻ നിന്നോട് പ്രണയത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന വികാര മിശ്രിതം എന്നും അദ്ദേഹത്തിന്റെ പ്രമേയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. 98-ൽ പുറത്തു വന്ന കുച്ചു കുച്ചു ഹോത്താ ഹേയും കബി ഖുഷി കബി ഗമും സ്റ്റുഡൻസ് ഓഫ് ദ ഇയറും ഏ ദിൽ ഹേ മുഷ്കിലുമെല്ലാം അത്തരം സിനിമാ പ്രമേയങ്ങൾ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തത്. ചിത്രങ്ങളിൽ അഭിനേതാക്കളുടെ പ്രകടനവും സംഗീതവും എല്ലാം സിനിമ ആസ്വാദകർക്ക് എന്നും പ്രിയപ്പെട്ടവ തന്നെയായിരുന്നു. പ്രണയം തേടുന്ന ഒരു സാധാരണ ആൺകുട്ടിയെ കരൺ ചിത്രങ്ങളിലെങ്ങും എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രണയവും വിരഹവുമെല്ലാം ഒരു പ്രത്യേക പാക്കേജിൽ വിളമ്പുന്ന കരൺ ജോഹർ ചിത്രങ്ങൾ എന്നും ബോളിവുഡ് ആസ്വാദകർക്ക് സ്വാദുള്ള ഭക്ഷണം തന്നെയായിരുന്നു. അതുപോലെ ഡയലോഗുകളും സിനിമാ പ്രേമികൾ ഏറ്റുപറഞ്ഞിരുന്നു. രാഹുൽ നാം തോ സുനാഹി ഹോ ഹ എന്ന ഷാരൂഖ് ഡയലോഗ് ഏറ്റുപറയാത്തവരായി ആരും തന്നെ ഇല്ലെന്ന് പറയാം. അതുപോലെ തന്നെ തും പാസ് ആയേ എന്ന ഗാനവും. तुम पास आए यूं मुस्कुराए तुमने न जाने क्या. അതുപോലെ തന്നെ തീവ്രവാദ വിരുദ്ധ ചിത്രമായ മൈ നെയിം ഈസ് ഖാനും അദ്ദേഹത്തിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്ത ചിത്രമായിരുന്നു. ബോളിവുഡിനെ എന്നും പ്രചോദനം നൽകുന്ന കരൺ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്നവർ ഇന്നും ഏറെയാണ്. ചിരിച്ചും ചിരിപ്പിച്ചും ബോളിവുഡ് ആസ്വാദകരെ സിനിമ എന്തെന്ന് കാണാനും ചിന്തിപ്പിക്കാനും ശീലിപ്പിച്ച കരൺ ജോഹർ അങ്ങ് ബോളിവുഡിനെ മാത്രമല്ല ലോക സിനിമയുടെ തന്നെ വേറിട്ടൊരു ശബ്ദമാണ്.